5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഏകദേശം 110 വർഷങ്ങൾക്ക് മുമ്പ് 1914 ജൂലൈ 28-നാണ് ഒന്നാം ലോകമഹായുദ്ധം ലോകത്ത് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ 1939 ആകുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി. 1945 വരെ നീണ്ടുനിന്നു. ലോകരാജ്യങ്ങൾ ഒന്നാകെ പങ്കെടുത്ത രണ്ടാം ലോകമഹായുദ്ധം കഴിയുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭ ലോക സമാധാനത്തിന് വേണ്ടി രൂപീകരിക്കുന്നത്. ഇനിയൊരു യുദ്ധം താങ്ങുവാനുള്ള കഴിവ് ഒരു രാജ്യത്തിനും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ജന്മമുണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ 1944 ജൂലൈ മാസത്തിലാണ് അന്താരാഷ്ട്ര നാണയനിധി ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് എന്ന് പറയുന്നൊരു സംവിധാനം തുടങ്ങിയത്. 10-25 രാജ്യങ്ങൾ, ഒരു 20-29 രാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ, IMF അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ടിൻ്റെ അന്താരാഷ്ട്ര നാണയനിധിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ നോക്കിയാൽ, അതിനകത്ത് 2 കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, ലോക വ്യാപാര രംഗം സുഗമമാക്കുക. 2, സുസ്ഥിരമായ വികസനം. അങ്ങനെ സുസ്ഥിരമായ വികസനവും ലോക വ്യാപാര രംഗവും സുഗമമാക്കാനും വേണ്ടി ഇന്ന് 29-30 രാജ്യങ്ങളിൽ തുടങ്ങി ഇന്ന് 190ഓളം അല്ലെങ്കിൽ 189ഓളം രാജ്യങ്ങളുള്ള ഒരു വലിയ നാണയനിധിയാണ് വാഷിങ്ടൺ DC ആസ്ഥാനമായുള്ള IMF. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ ആശീർവാദത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒക്കെ പോലെ അതിനേക്കാളൊക്കെ ശക്തരാണ് IMF. അവരുടെ 2 തത്വങ്ങളെയും 2 പ്രിൻസിപ്പിളിനെയും, ലോകത്തിൻ്റെ സമാധാനത്തിലുള്ള വ്യാപാര കരാറുകളെ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര വികസനം കൊണ്ടുവരിക, ഇത് 2 കാര്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പാകിസ്ഥാന് ആവശ്യമുള്ള തുക കൊടുത്തിരിക്കുന്നത്. $1 മില്യൺ തുകയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. 80,000 കോടി രൂപ പാകിസ്ഥാൻ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയത് എന്താണ്? ഭീകരവാദമല്ലേ? ഭീകരവാദം നടത്തിയ പാകിസ്ഥാന് പണം കൊടുക്കാൻ പാടുണ്ടോ? പക്ഷേ നമ്മുടെ ഐക്യരാഷ്ട്രസഭ, നമ്മുടെ IMFനെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല. 85,000 കോടിയല്ല, 8,500 കോടി. 8,500 കോടി രൂപ പാകിസ്ഥാന് കൊടുത്തു. ആ യോഗത്തിൽ, IMFൻ്റെ യോഗത്തിൽ ഇന്ത്യ വിട്ടുനിന്ന് വോട്ടെടുക്കുന്നതിൽ. അപ്പോൾ എന്താണ് ലോകരാജ്യങ്ങൾ? ഒരു വശത്ത് യുദ്ധത്തിന് ഞങ്ങളില്ല, യുദ്ധം നടത്തരുതെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നു. ഇനിയൊരു യുദ്ധം താങ്ങാൻ ലോകത്തിന് ശക്തിയില്ല, പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം ചെയ്യരുത് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വരുന്നു, അല്ലെങ്കിൽ അവരുടെ ആഹ്വാനം വരുന്നു. അതേ സ്ഥാപനത്തിൻ്റെ തന്നെ ആശീർവാദത്തോട് പ്രവർത്തിക്കുന്ന IMF 8,500 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കുന്നു. എന്താ ന്യായം? ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ? ഡോക്ടർ ഗീതാ ഗോപിനാഥിനെ പോലുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്നുള്ള എക്കണോമിസ്റ്റായിട്ടുള്ള ഗീതാ ഗോപിനാഥ്, മലയാളിയുടെ ഒരു ബന്ധം കൂടിയുണ്ട്. ആ ഗീതാ ഗോപിനാഥ് അവിടുത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്, ജനറൽ ഡയറക്ടറാണ്, ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഗീതാ ഗോപിനാഥ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കണം, ഈ രാജ്യത്ത് വന്ന് ഭീകരവാദം നടത്തി നിരപരാധികളായ ആളുകളെ 10-30 വർഷമായി നിരന്തരം പുൽവാമയിലും പഹൽഗാമിലും ഉറിയിലും കഴിയുന്നിടത്ത സ്ഥലത്തൊക്കെ വന്ന് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ കൊന്ന് ഭീകരവാദം നടത്തി. ആ ഭീകരവാദ ക്യാമ്പുകളാണ് നമ്മൾ ആക്രമിച്ചത്. തിരിച്ച് 9ഓളം ഭീകരവാദ ക്യാമ്പുകളാണ് നമ്മൾ തിരിച്ചാക്രമിച്ചത്. അതിനുശേഷം യാതൊരു തത്വദൃശ്യമില്ലാതെ ഡ്രോണുകൾ പ്രയോഗിച്ചപ്പോഴാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്നിടത്ത് IMF എവിടെയാണ്? നിങ്ങൾ എന്ത് സന്ദേശമാണ് ലോകത്ത് നൽകുന്നത്? ഒരു വശത്ത് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിലെവിടെയാണ് യുദ്ധം, ഭീകരവാദം, മത തീവ്രവാദം, മതഭീകരവാദം? അങ്ങനെ ഒരു ഡിക്ഷണറിയിൽ, IMFൻ്റെ ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ? സുസ്ഥിര വികസനത്തിലുണ്ടോ? എന്നിട്ടും നിങ്ങൾ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ലോകത്ത് നിങ്ങൾ നൽകുന്ന സന്ദേശം? രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തിനോട് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി ഐക്യരാഷ്ട്രസഭയൊക്കെ പ്രവർത്തിക്കണമെന്ന് ലോകത്താകെ ഘോരഘോരം പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും സെമിനാർ നടത്തുകയും ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ തള്ളിപ്പറയണ്ടേ?
അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരുതരം എന്താ പറയുക, ഒരു ഫ്രോഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുക. ഇന്ത്യ വിട്ടുനിന്ന്, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നോ? ലോകരാജ്യത്തെ പല ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്തു. ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാവുന്നതല്ല. IMF തിരുത്തുക. ഡോക്ടർ ഗീതാ ഗോപിനാഥ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഒരു ഭാരതീയ എന്നുള്ള നിലയിൽ താങ്കൾക്കതിനൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്.